സ്കൂളിൽ സ്ഥിരം കേൾക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാൽ മതി എന്നുള്ളത്. അനുസരിപ്പിക്കുക എന്നതാണ് പല ടീച്ചേഴ്സിൻ്റെ മെയിൻ. കുട്ടികളോട് ശാന്തമായി ഒന്ന് കൺവിൻസ് ചെയ്ത് നോക്കൂ. അതിന് ആദ്യം ടീച്ചറുടെ ഈഗോ പോകണം. പല ടീച്ചേഴ്സിനും ഒരു കുട്ടി ഒരു കാര്യം ചെയ്ത് കാണണമെന്നല്ല, പകരം ഞാൻ പറയുന്നത് അവനനുസരിച്ചാൽ എന്താണെന്ന്. ഈ ഞാൻ ബോധം ടീച്ചർ സ്റ്റുഡൻറ്റ് ബന്ധം നശിപ്പിക്കും. സ്പെഷ്യലി ഇന്നത്തെ ജനറേഷനിൽ കുട്ടികൾ ഇൻ്റലിജൻ്റ് ആണ്. അവരോടൊരു കാര്യം പറയുമ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ പേടിപ്പിച്ച് അനുസരിപ്പിച്ച് നിർത്തേണ്ട കാര്യമൊന്നുമില്ല. അടി, ഇടി, ഇൻസൾട്ട് ചെയ്യൽ പല ടീച്ചേഴ്സിനും ഹരമാണ്. കുട്ടികളുടെ പേഴ്സണാലിറ്റി പോകുന്ന കാര്യമാണ്. ഒരു കാര്യം ചെയ്തോളണം എന്ന് പറയുന്നതിനേക്കാൾ കുട്ടികളെ കൂടെ ചേർത്ത് ഡെമോക്രാറ്റിക്കലി ഒരു ഡിസ്കഷനിൽ ഒരു തീരുമാനം എടുത്ത് നോക്കൂ. ആ കാര്യം നടപ്പിലാക്കാൻ കുട്ടികൾ തന്നെ മുന്നിട്ടിറങ്ങും. കുട്ടികളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്കൂ, അവർ നിങ്ങളെയും മനസ്സിലാക്കും. ഒന്ന് താഴോട്ട് ഇറങ്ങുന്ന അവരോടൊന്ന് ഫ്രണ്ട്ലി ആയി നോക്കൂ. കുട്ടികളെ പോലെ നല്ല ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് കിട്ടില്ല. ക്യാരക്ടർ ഫോർമേഷൻ ഏജിൽ കുട്ടികൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന സ്കൂളിലാണ്. സോ ടീച്ചേഴ്സിൻ്റെ സ്വഭാവം കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതുകൊണ്ട് സ്കൂളുകൾ ഡെമോക്രാറ്റിക് ആയേ പറ്റൂ. അടിമകളെ ഉണ്ടാക്കുന്ന പരിപാടി ഇന്ന് നടക്കില്ല. ഒരു ടീച്ചർ നന്നാവുക എന്നുള്ളത് ഒരു നാടിൻ്റെ ആവശ്യമാണ്. കാരണം ടീച്ചിങ് വെറും ഒരു ജോലിയല്ല, നിങ്ങൾ നാളത്തെ ഒരു സൊസൈറ്റിയാണ് ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.